നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Leotales നിരഞ്ജനയോടൊപ്പം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കിറ്റാണ്. ജയഭാരതം എന്നൊരു ബ്രാൻഡ് ഒരുപക്ഷെ മിക്ക മലയാളികൾക്കും അറിയായിരിക്കും. പുനലൂർ ബേസ്ഡ് ആണ്. അവർ 1940s തൊട്ടുള്ള ഒരു ആയുർവേദിക് ബേസ്ഡ് ബ്രാൻഡാണ്. അവർ റീസെൻ്റ്ലി അവർക്ക് കുറച്ച് സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ അവർ ആ ഒരു കാറ്റഗറിയിലേക്കും തിരിഞ്ഞു. അവർ എസെൻഷ്യലി ഒരു ആയുർവേദിക് ബ്രാൻഡാണ്. ഇപ്പോൾ ജയഭാരതം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കിറ്റ് റിലീസ് ചെയ്തിരുന്നു കൊറോണ സമയത്ത്. കൊറോണയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇൻ ജനറൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ പോലെ ജലദോഷമൊക്കെ പിടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫോർ ദി എൻറ്റയർ ഫാമിലി ഉപയോഗിക്കാവുന്ന 5 സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് AYUSH ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കിറ്റ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ബ്രാൻഡാണ് ജയഭാരതം. ആൻഡ് ഞാനും എൻ്റെ ഫാമിലി ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. സോ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും വേറെ മെഡിക്കേഷൻസ് അലോപ്പാത്തിക് മറ്റോ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇവ കഴിക്കുക. അതർവൈസ് നിങ്ങളുടെ അലോപ്പാത്തിക് മെഡിക്കേഷന് 30 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് സേഫായി കഴിക്കാവുന്നതാണ്. എങ്കിലും ടു ബി ഓൺ ദ സേഫ് സൈഡ് ഓൾവേസ് കൺസൾട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൊറോണ കാലത്ത് റിലീസ് ചെയ്തൊരു കിറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാൻഡ് സാനിറ്റൈസറും ഒരു ഹാൻഡ് വാഷും ഇല്ലാതെ ആ കിറ്റ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ 2 പ്രോഡക്ട്സ് നമുക്കുണ്ട്. ഒന്നൊരു ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് സാനിറ്റൈസർ ആണ്. അതാണ് ഈ ഓൾമോസ്റ്റ് ലൈറ്റ്ലി പെയിൽ ഗ്രീൻ കളർ. ആൻഡ് ദി അതർ വൺ ഡാർക്ക് ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് വാഷ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോക്കറ്റ് സൈസ്ഡ് ആണ്. അപ്പോൾ ഈസിലി നിങ്ങൾക്ക് ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ക്യാരി ചെയ്യാം. ആൻഡ് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ അടപ്പൊന്നും അങ്ങനെ ഊരി വരത്തില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കയ്യിൽ കൊണ്ട് നടക്കുക. First step towards protecting yourself from the virus or any other viral infection for that matter would be sanitizing your hands. So yes, that is step number 1. പക്ഷേ ഈ കിറ്റിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ പ്രോഡക്റ്റ് എന്ന് ഞാൻ കരുതുന്നത് ഈ ആയുഷ് ക്വാദ് ആണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സർട്ടിഫൈ ചെയ്ത ഒരു ഫോർമുലേഷൻ ഉണ്ടായിരുന്നു ബാക്ക് ഇൻ April 2020. ആ ഫോർമുല മാനുഫാക്ചർ ചെയ്യാൻ പല മാനുഫാക്ചറേഴ്സിനും ലൈസൻസ് കിട്ടി. ജയഭാരതം വാസ് വൺ എമംഗ് ദം. ആൻഡ് ജയഭാരതത്തിൻ്റെ സ്വന്തം ആയുഷ് ക്വാദ് ആണിത്. ഇതിൽ ബേസിക്കലി 4 കീ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. 1 ഇഞ്ചി, 2 ബ്ലാക്ക് പെപ്പർ, 3 പട്ട സിനമൺ ആൻഡ് 4 തുളസി ഇല. ഇതാണ് ആയുഷ് ക്വാദിൻ്റെ ബേസിക് 4 ഇൻഗ്രീഡിയൻസ്. ഇത് ഗ്രാന്യൂൾ ഫോമിലാണ്. ഇതൊരു 3 to 5 grams എന്ന് പറയുമ്പോൾ മേ ബി ഒരു 1/4 ടീസ്പൂൺ വല്ലതും 150 ml ഒരു ഗ്ലാസ്, ഏകദേശം ഒരു ഗ്ലാസ്സിൽ വരുന്ന ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 3 തവണ വരെ ഒരു ദിവസം കുടിക്കാവുന്നതാണ്. ഞാനിത് ഡെയിലി ഒരിക്കലാണ് കുടിക്കുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഇനി ഷുഗറോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് സ്വീറ്റുമല്ല, എന്നാൽ കഠിനമായ എരിവുമല്ല. ഒരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്, കഷായത്തിൻ്റെ ചൊവയോ അങ്ങനത്തെ ടേസ്റ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈസിലി ആർക്ക് വേണമെങ്കിലും കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഞാനിത് യൂഷ്വലി രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ഇത് കൊറോണ കാലത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഈ ഒരു ഫുൾ കുപ്പി എന്ന് പറയുന്നത് നിങ്ങളുടെ എൻറ്റയർ ഫാമിലിക്ക് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരം ഇൻഫെക്ഷൻസിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമായി സ്ഥിരമായി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ആയുഷ് ക്വാദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സപ്ലിമെൻറ്റ് എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്, ചവനപ്രാശമാണ്. എനിക്ക് മേ ബി ഒരു 4-5 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ അമ്മൂമ്മ ഇത് സ്ഥിരമായിട്ട് രാത്രി കഴിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഒരു വെള്ള ബോട്ടിൽ ചുമന്ന അടപ്പ് ഞാനും കഴിക്കും, കാരണം മധുരമാണ്, വൈ നോട്ട്, ഞാനും കഴിക്കുമായിരുന്നു കൂടെ. അപ്പം ചവനപ്രാശത്തിന് എപ്പോഴും ആയുർവേദിക് സൂപ്പർ ഫുഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു ജാം ഫോർമുലേഷനിലാണ്, നല്ല തിക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു ജാഗറിയുടെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ചെറിയൊരു എരിവ് കലർന്ന ഒരുവിധം എല്ലാവരും ചവനപ്രാശം കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ടേസ്റ്റിന് വിവരിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് ഡെയിലി രാവിലെ ഭക്ഷണത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ എണീറ്റ് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് 1 സ്പൂൺ കഴിക്കാവുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ ചൂട് പാലോ വെള്ളമോ കുടിക്കാം, ബട്ട് അത് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അലോപ്പാത്തിക് മെഡിക്കേഷൻ, ഫോർ എക്സാമ്പിൾ തൈറോയിഡോ മറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചതിന് 30 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ചവനപ്രാശം കഴിക്കാവുന്നതാണ്. ചവനപ്രാശം ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇതിനെ ഹാർട്ടിൻ്റെ ടോണിക് എന്നറിയപ്പെടുന്നു. അതേസമയം ഹാർട്ട് ഹെൽത്ത് മാത്രമല്ല, യൂറിനറി ഹെൽത്ത്, റെസ്പിറേഷൻ, ലങ്സിൻ്റെ ഹെൽത്ത്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, നിങ്ങളുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂവിനെയും റെജുവിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും, നിങ്ങളുടെ ബോഡിയിൽ അടിമുടി ഫുള്ളി അതിൻ്റെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും നിങ്ങളെ ഹെൽത്തി ആയി വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. 2 countries എന്നുള്ള സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഓർമ്മ കാണുന്ന ഒരു സീൻ കാണും. കോർട്ട് റൂമിൽ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ദിലീപ് പറയും ഓജസ്സും തേജസ്സുമുള്ള, അപ്പോഴത്തേക്കും സുരാജ് പറയും വേറെ ഒരു വാക്കും കിട്ടിയില്ല. അതുപോലെ നിങ്ങളുടെ ഓജസ്സും തേജസ്സും തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയുർവേദിക് സൂപ്പർ ഫുഡ് തന്നെയാണ് ചവനപ്രാശം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കൊച്ചുകുട്ടികൾക്കാണെങ്കിലും അഡൾട്ട്സിനാണെങ്കിലും മുതിർന്ന പ്രായമേറിയവർക്കാണെങ്കിലും എല്ലാവർക്കും സേഫായി കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് വിൽവാദി ഗുളികയാണ്, അഥവാ വിൽവാദി ടാബ്ലറ്റ്. 60 എണ്ണം ഇറങ്ങുന്ന ഒരു ബോട്ടിലാണിത്. ഇത് നിങ്ങൾക്ക് 1-2 ടാബ്ലറ്റ് ഒരു ദിവസം കഴിക്കാം. ഞാനിത് ഒരു ടാബ്ലറ്റ് ആഫ്റ്റർ ഫുഡാണ് കഴിക്കുന്നത്, യൂഷ്വലി ഉച്ചയ്ക്കാണ്. അപ്പോൾ ഈ വിൽവാദി ഗുളികയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡീടോക്സിഫയർ ആണ്. അത് ആൻറ്റി വൈറൽ ഇഫക്റ്റ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ഇഫക്റ്റ് ഉണ്ട്. ഓൾസോ ഇതൊരു കാർമിനേറ്റീവ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റുലൻസിൻ്റെ ഇഷ്യൂസ് ഒക്കെ നമ്മളിങ്ങനെ ലോക്കലായിട്ട് ഗ്യാസിൻ്റെ ശല്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ല, അതാണ് ഫ്ലാറ്റുലൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഫ്ലാറ്റുലൻസ് അല്ലെങ്കിൽ ഡൈജഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും നിങ്ങൾക്ക് വിൽവാദി ഗുളിക നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല. ഒരു ഗുളിക വെള്ളം വെച്ച് നമ്മൾ സാധാരണ ഗുളിക കഴിക്കുന്ന പോലെ കഴിക്കുക, ആൻഡ് ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ 5ാമത്തെ
കമ്പണൻറ്റ് ഓഫ് ദി ഏജീസ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കിറ്റ് ബൈ ജയഭാരതം. അപ്പോൾ ഈ 5 സാധനങ്ങൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വാങ്ങണമെങ്കിൽ അതും ആവാം വെബ്സൈറ്റിൽ നിന്ന്. ബട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കോസ്റ്റ് ബെനിഫിറ്റ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ ഒരു എൻറ്റയർ കിറ്റ് നിങ്ങൾക്ക് ഇപ്പം ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഇതിലെ ഈ സപ്ലിമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇനി ഇപ്പോൾ ഉള്ള ഇൻഫെക്ഷൻസിനും ഇനി വരാൻ എന്തൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാത്ത സാഹചര്യത്തിലും ഇമ്മ്യൂണിറ്റി വളർത്തുക എന്നൊരു സൊല്യൂഷനേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇമ്മ്യൂണിറ്റി വളർത്താനും ഒരു ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാനും എൻ്റെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് മുമ്പ് ജയഭാരതത്തിന് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ അറിയുന്ന എന്തെങ്കിലും പൊടിക്കൈകളോ മറ്റോ അറിയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് സെക്ഷനിൽ പറയുക. അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.